എങ്കിലേ എനിക്കത് വിശ്വസിക്കാൻ പറ്റൂ. അതുവരെ അതും ഒരു എനർജി ആവാം, കാണാം, ഇല്ലാണ്ടിരിക്കാം. നമ്മൾ ഇപ്പം ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ എർത്തിസ്റ്റ് എന്ന് പറയുന്നവരെല്ലാം സത്യം പറഞ്ഞാൽ അവരാണ് വിശ്വാസം ഇല്ലായ്മയാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അവരൊരു വിശ്വാസികളാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം അവർക്ക് ഇത് ഒരു സാധനം ഇല്ല എന്ന് ആദ്യമേ അടിച്ചാക്ഷേപിച്ച് പറയുന്നതിന് മുന്നേ അവർ ഒരിക്കലും അത് ഉണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് അവരുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഞാനും ഒരു ഏജ് വരെ ഇങ്ങനെയൊന്നുമില്ല, വീട്ടിലുള്ള പല കഥകൾ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പോയത് പറയാണ്ടെന്ന് കളിയാക്കിയ ഒരാളാണ്, എനർജീസിനെയൊക്കെ പുച്ഛമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ നിന്ന് ഞാനിത് ഫീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ, ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ പാത്തിലോട്ട് വന്നത്. അപ്പോൾ യുക്തി എന്ന് പറയുന്നത് ഇറ്റ്സ് ബിലോങ് ടു ദം. ഓക്കെ. ഒരേ സമയം പറയുന്നു പ്രേതോ ഭൂതം അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമല്ല, പക്ഷേ അതേ ടൈം തന്നെ പറയുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് എനിക്ക് വിശ്വാസം ഉണ്ടെന്ന്. ഞാനത് ആദ്യം പറഞ്ഞത്, പല കാര്യങ്ങളും ഈ സയൻസുമായിട്ട് നിർത്തി സംസാരിക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. എത്രത്തോളം സയന്റിഫിക് ആയിട്ട് സംസാരിക്കും, പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ പോലും സ്യൂഡോരാത്ത് എത്രത്തോളം സയൻസ് ഉണ്ടെന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ എനർജീസിനെ റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളെ ബോഡിക്കുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ക്രിസ്റ്റൽസ് ഉണ്ട്, വിശ്വസിക്കുമോ പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല. പൈനിയൽ ഗ്ലാൻഡിനകത്തുള്ളത് സോഡിയം ക്രിസ്റ്റൽസ് ആണ്. അതാണ് ഈ ഒരു ഭാഗത്തിരിക്കുന്നത്. അതിനെയാണ് ശിവന്റെ തൃക്കണ്ണെന്ന് പറയുന്നതും ഐസ് ഓഫ് മറ്റേ നമ്മുടെ ഈജിപ്ഷ്യനിൽ ഐസ് ഓഫ് ഹോറസ് എന്ന് പറയുന്നതും ഇലുമിനാറ്റിയുടെ ആ ഒരു വിശ്വാസത്തിലുള്ള ഒരു ഐ എന്ന് പറയും. ഇതെല്ലാം ഈ ഒരു ഭാഗത്തിരിക്കുന്ന സോഡിയം ക്രിസ്റ്റൽസ് നമ്മുടെ തലച്ചോറിലുണ്ട്, പൈനിയൽ ഗ്ലാൻഡിനകത്ത്. അതിന് എനർജീസിന് റിസീവ് ചെയ്യാൻ പറ്റും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പറയുന്ന വിഗ്രഹങ്ങൾക്കാണെങ്കിലും ഇതിനൊക്കെ ആണെങ്കിലും എനർജി റിസീവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മനുഷ്യനും എനർജി റിസീവ് ചെയ്യാൻ പറ്റുന്ന കാരണം ഈ ഒരു സാധനമാണ്. ഞാനപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ വിശ്വസിക്കുന്നത്. അതിനകത്തുള്ള സയൻറ്റിഫിക് സൈഡ് നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ടച്ചുകൾ കാണുന്നുണ്ട്. കൂടുതൽ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഈ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് തൊട്ട് മുന്നിലുള്ള കാര്യങ്ങൾ വായിക്കുക, ഒരു കുട്ടി ഇങ്ങനെ ഫ്രണ്ട് ചെയ്യുന്ന സാധനങ്ങളെ മൈൻഡ് കൊണ്ട് അനക്കുക, കണ്ടുണ്ടോ? അതിനെ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയും. അത് സയൻറ്റിഫിക്കലി ചെയ്യുന്ന സാധനമാണ്. ചാറ്റ് GPT-യിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. അത് എനിക്കറിയുന്ന ഒരു ഗുരുവുണ്ട്, അദ്ദേഹം പറഞ്ഞത് 100% നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷേ ഒരു 16 വയസ്സുള്ള കുട്ടികളിലാണെങ്കിൽ 100% ചെയ്യാം. അതിന് മുകളിലോട്ട് വളരുമ്പോൾ ക്രിട്ടിക്കൽ മൈൻഡ് കൂടും, അവരുടെ ആ ഒരു എബിലിറ്റി അൺലോക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു 16 വയസ്സുള്ള ആളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% ചെയ്യാം മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. തേർഡ് ഐ എന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്നൊക്കെ പറയുന്ന ഒരേ സാധനമാണ്. അതൊരു ഫ്രീക്വൻസി ഓഫ് സൗണ്ട് കടത്തിവിടുകയും അത് ഫീൽ ചെയ്തിരിക്കുകയും ഒപ്പം ബ്രെയിൻ ജിമ്മ് തലച്ചോറിന് കുറേ പ്രഷർ വർക്കുകൾ കൊടുത്തുകൊണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കെട്ടി വെച്ചാൽ പോലും നമുക്കതിനെ തൊട്ട് മുമ്പ് എഴുതിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സെൻസ് ചെയ്യാൻ തലച്ചോറിന് പറ്റും എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ. ഇപ്പം പറഞ്ഞു വരുന്ന കൂടോത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയമുണ്ടെങ്കിൽ അത് ഏൽക്കും, ഇല്ലെങ്കിൽ ഏൽക്കില്ല. അപ്പം നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ഭയക്കണം, എന്നാൽ മാത്രമാണ് അത് ഏൽക്കുള്ളൂ. എല്ലാം നമ്മുടെ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ഭയമാണ്. ഏത് കാര്യത്തിൽ ആലോചിച്ച് നോക്കട്ടെ, നമ്മൾ ഒരു പട്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുക, ഓക്കെ, നമ്മളതിനെ പേടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് നമ്മളെ കടിക്കും. അതേസമയം നമ്മൾ കൈ ചൂണ്ടി ഓട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവും. ഇത് കണക്ക് തന്നെയാണ് എല്ലാം. നമ്മൾ ഭയന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സംഭവിക്കും. അത് ചിലപ്പം ഈ സ്യൂഡോ ആവത്തില്ല, സയൻസ് ആവാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മുടെ ശരീരത്ത് വർക്കാവുന്നതാണ്. അതിനൊരു സയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, ഒരു കഥയാണ്. ഒരാളിനെ ജയിലിൽ അടച്ചിട്ട് മരണത്തിന്, അതായത് തൂക്കുശിക്ഷയ്ക്ക് വിധിച്ച ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവരൊരു തീരുമാനം എടുത്തു, അങ്ങനെ കൊല്ലുന്നില്ല, ഒരു പാമ്പിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. തലയിൽ തുണിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? പാമ്പിനെ കാണിച്ചതിന് ശേഷം 2 പിന്നെടുത്ത അയാളുടെ കയ്യിൽ 2 കുത്തു കൊടുത്തു. എന്നിട്ട് തലയിൽ തുണി മാറ്റിയിട്ട് പാമ്പിനെ കൊണ്ടുപോയി. ഇയാൾ കാണുന്ന 2 കുത്ത്, പാമ്പ് കടിച്ചു എന്ന് വിശ്വസിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മരിച്ചു. ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിനകത്ത് എക്സാക്ട്ലി പാമ്പ് കടിച്ചാൽ ഉണ്ടാവുന്ന വിഷം എന്താണോ അതാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരം തന്നെ എന്തൊക്കെ ടോക്സിസിറ്റി നമുക്കുണ്ടോ അത് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുക. മനസ്സിലായോ? നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ഒരു സാധനത്തിന്. ആ വിഷം പാമ്പ് കടിച്ചതല്ല എങ്കിൽ പോലും നമ്മുടെ ശരീരം അത് ഉൽപ്പാദിപ്പിച്ചു. പല അസുഖങ്ങൾ മാറുന്നെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പാരസെറ്റമോൾ കഴിച്ചാലും ചില ഡോക്ടർമാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസുഖം മാറും. ബിക്കോസ് അവിടെ നമ്മുടെ വർക്കാവുകയാണ്. നമുക്ക് അന്ന് അത് വർക്കായി, അതുകൊണ്ട് ഇന്നും ഇത് വർക്കാവും എന്നുള്ള ചിന്ത. അതാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറെക്കുറെയൊക്കെ അത് തന്നെയാണ് അതിന് കാരണം. ഇപ്പോൾ 11 പേര് മരിച്ചൊരു കേസ്, ഫാമിലിയിൽ മരിച്ച കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് അവർ തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ ആ വിശ്വാസത്തെ തോൽപ്പിച്ചിട്ട് വരെ അവർ മരണപ്പെട്ടു. അത് ഭയങ്കര ഒരു സെൻസേഷണൽ കേസായി. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പെട്ര എക്സ്പോയ്ക്ക് പറയാനുള്ളത്? അല്ല, അതല്ല പറയുന്നുണ്ടല്ലോ, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസമുള്ള പോലെ കാര്യങ്ങൾ നടക്കും, നമ്മുടെ മൈൻഡിന് അത്രയും പവർ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുവാണ്, ഞാൻ ഇന്ന് പോയി മരിച്ചിട്ട് നാളെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ നാളെ തിരിച്ചു വരത്തൊന്നുമില്ല.
ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സയൻസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ തലച്ചോറിൽ ക്രിസ്റ്റൽസ് ഉണ്ട്, സോഡിയം ക്രിസ്റ്റൽസ് ഉണ്ട്, എനർജി റിസീവ് ചെയ്യാൻ പറ്റും. അത് സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഉള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള എന്തെങ്കിലും ഉള്ളത് വേണ്ടേ പറയാനായിട്ട്? ഇതൊക്കെ അവരുടെ പൊട്ടബുദ്ധി ചെയ്ത കാര്യങ്ങളാണ്, അവരുടെ ജീവിതം നശിപ്പിച്ചു അത്ര തന്നെ. ഓക്കെ, ഇപ്പം നമുക്ക് ബിഗ് ബോസിൻ്റെ കേസിൽ തന്നെ തിരിച്ചു വരാം. ഇപ്പം അനുമോളുടെ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോളുടെ കയ്യിലൊരു പാവയുണ്ട്, ലബൂബു പാവകൾക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് നെഗറ്റിവിറ്റി വരുന്നു. ഈ പറയുന്ന പ്ലാച്ചി എന്ന് പറയുന്ന ഈ പാവയ്ക്കും നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടായിരിക്കും ഈ പറയുന്ന ശരത്തിനും അഡ്വക്കേഷത്തേക്കും. അതെ, പക്ഷെ അതിനെ പറ്റിയിട്ട് എന്താണ് ഈ പറയാൻ വേണ്ടി പേടിക്കുന്ന വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നത്? എന്താണ്? അല്ല, ഞാൻ ഒരിക്കലും തെന്നി മാറിയല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം, 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ലബൂബിൻ്റെ മാറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ, ലബൂബു എന്ന് പറഞ്ഞ ടോയെ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസിബോ എഫക്റ്റ്. ഒരാൾക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തു, അയ്യോ എനിക്ക് ഫീൽ ചെയ്തു, അപ്പോൾ എൻ്റെ വീട്ടിൽ സാധനത്തിൽ എന്തോ തെറ്റുണ്ട്, എനിക്കും ഫീൽ ചെയ്തു. അത് സോഷ്യൽ മീഡിയ എന്ന് പറയും, അതും പ്രമുഖരായിട്ടുള്ള പല ആളുകളും പറയും ഈ സാധനം കത്തിച്ച് കളയുവാണ്, ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ആപത്തായിരുന്നു, പനി വന്നു, ജലദോഷം വന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അതിനുശേഷം ഇത് കാണുന്ന എല്ലാവർക്കും ഇത് തന്നെ ഫീൽ ചെയ്യും. അത് മേ ബി അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ സാത്താനിക് വിശ്വാസികൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീകമായിട്ട് ദൈവത്തിനെതിരെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു, അങ്ങനത്തെ ചെകുത്താൻ പാവയെ സെയിൽ ചെയ്യണമെന്ന് അവർ കരുതിയിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അതിന് മുകളിൽ ഈ പറഞ്ഞ പ്ലാസിബോ എഫക്റ്റ് തന്നെയാണ് വർക്കാവുന്നത്. എനിക്ക് സംഭവിച്ചുവെങ്കിൽ അവർക്ക് സംഭവിക്കും, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചെങ്കിൽ എനിക്ക് സംഭവിക്കും എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം മനസ്സിനെ പഠിപ്പിച്ചെടുത്ത് വെക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പിന്നിലുള്ളത്. ഇനി ഈ പറഞ്ഞ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അറിയുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മേ ബി ഈ പറയുന്ന പ്ലാച്ചി എന്ന് പറഞ്ഞൊരു പാവം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലും എനർജി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി വർക്കാവാം. ഇല്ലെങ്കിൽ അത് അവരുടെ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് കണ്ടു കേട്ട് എൻ്റെ തോന്നലായിട്ട് മാറാം. ഈ പറഞ്ഞ കണക്ക് അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഒരാൾ പറയാം എനിക്ക് എന്തോ സംശയമുണ്ട്, അതിൽ നിന്ന് എനിക്ക് എന്തോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത ആൾ പറയും ശരിയാ എനിക്കും ഇത് സംഭവിച്ചതായിട്ട് എനിക്കും തോന്നുന്നു. തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയായിട്ട് തോന്നും. ഒന്നെങ്കിൽ ഇത് തോന്നലാവാം, അല്ലെങ്കിൽ എന്തായാലും എനർജീസ് ഉള്ളതാണ്. ചിലപ്പോൾ ഒരിക്കലും അനുമോൾ അത് പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ചിലപ്പോൾ ചെയ്യാത്ത കാര്യമായിരിക്കും. നമ്മൾ വെറുതെ എന്തിനാ പറഞ്ഞിട്ട് അനുമോൾ അങ്ങനെ ചെയ്തു എന്ന് പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ എനർജീസ് എല്ലാം ഉള്ളതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, യുക്തി എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് എൻ്റെ യുക്തി കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം ഞാൻ കണ്ടുവന്ന വേറൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ മാനിഫെസ്റ്റേഷൻ ചില വിശ്വാസികളായിട്ടുള്ള, അതായത് ചില പേജസ് ഉണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടുന്നത്. നോർമലി ഇത് സയന്റിഫിക് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്. ഇവർ ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യം, നിങ്ങൾ 1176 നമ്പർ നിങ്ങളുടെ ഈ ഒരു കയ്യിൽ എഴുതിയിടൂ, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണാറുണ്ട്. ഈ ഒരു മാനിഫെസ്റ്റേഷനും സയന്റിഫിക് ആയിട്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആർക്കും എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു കൊടുത്താലോ. ഇപ്പം ഞാൻ പറയുവാണ്, നിങ്ങൾ കൈയുടെ അകത്ത് ഒരു 7643 എന്ന് എഴുതി വെച്ചോ, നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാവും. അത് പറയുന്ന ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മനസ്സിലായോ? ഇനി സയൻറ്റിഫിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്രെയിൻ ഹാമറിങ് എന്ന് പറയുന്ന സാധനമാണ് നടക്കുന്നത്. അതായത് ഒരു കാര്യം നമ്മുടെ തലച്ചോറിന് തന്നെ നമ്മൾ അടിച്ചടിച്ച് ഇപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെ എണീച്ച് നമ്മൾ ഡെയിലി പല്ല് തേക്കുന്നത്? എന്തുകൊണ്ടാണ് രാവിലെ പല്ല് തേക്കുന്നത്? കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ചൊരു ശീലം നമ്മളതങ്ങ് ചെയ്ത് തുടങ്ങി, അതങ്ങ് റൺ ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഈ ഒരു പ്രപഞ്ചത്തിന് കൊടുക്കുക. ആ ഒരു പ്രപഞ്ചം നമുക്കത് റിട്ടേൺ ആയിട്ട് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ എഫേർട്ട് എടുക്കണം. ഇപ്പം ഞാൻ പറയുവാണ്, എനിക്ക് അടുത്ത മാസം ഇത്രാം തീയതിക്കകത്ത് 2 ലക്ഷം രൂപ എനിക്ക് കിട്ടണം. ഞാനൊരു വെള്ള പേപ്പറിൽ പല ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ, നമ്മൾ മാനിഫെസ്റ്റേഷൻ കോഴ്സ് ചെയ്യാൻ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് അതുകൊണ്ട് പറയുന്നത് അത് പല ആളുകൾക്കും ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട്. അത് മന്ത്രോ തന്ത്രോ മാജിക്കോ അല്ലെങ്കിൽ കൂടോത്രോ അല്ല. നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിന് കൊടുത്തുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ പല വഴികൾ തെളിഞ്ഞു വരും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 2 ലക്ഷം രൂപ അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ വേണമെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് കഥ അടച്ചിരുന്നിട്ട് 15-ാം തീയതി രാവിലെ ഇറങ്ങി ഡോർ തുറന്ന് നോക്കി അതവിടെ കാണത്തില്ല, മനസ്സിലായോ? നമ്മൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് രാവിലെയും വൈകിട്ടൊക്കെ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അതായിരിക്കും ഫുൾ ടൈം തോട്ട്. ആ 2 ലക്ഷം രൂപ ഉണ്ടാക്കണം, ആ 2 ലക്ഷം രൂപ ഉണ്ടാക്കണം. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് മുമ്പിൽ തെളിയുന്ന വഴികളും അതിനുള്ളതായിരിക്കും. നമ്മളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. ആ അവസരങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നേടും. ഒപ്പം നമ്മൾ പറയും വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നമ്മളത് കിട്ടി എന്നുള്ള രീതിയിൽ. അതിന് കാരണം നമ്മളത് കിട്ടിയാൽ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നമ്മുടെ തലച്ചോറിന് ആ ഒരു ഡൊപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുക തലച്ചോറിൽ. അത് ഉൽപ്പാദിപ്പിക്കും ഡൊപ്പാമിൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കും.
നമ്മൾ അതിലോട്ട് എത്തിപ്പെടുകയും ചെയ്യും. അതാണ് എൻ്റെ സയൻറ്റിഫിക് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന എനിക്ക് കയ്യിലിപ്പോൾ 7, 8, 4, 6 എന്ന് എഴുതി എന്ന് പറയുന്നത് അതിനും ഒരു സയൻസ് ഞാൻ കാണുന്ന സയൻസാണ് പറയുന്നത്. എഴുതുമ്പോൾ പറയുന്ന ആളെ വിശ്വസിച്ചിരിക്കും. ഇപ്പോൾ ഒരു വലിയൊരു പ്രൊഫൈലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ആൾ പറയുവാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറയുമ്പോൾ അത് ഡെയിലി എഴുതുക. അത് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എൻ്റെ ആഗ്രഹം ഇതാണെന്ന് തലച്ചോറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പൈസ ഉണ്ടാകാം 2 ലക്ഷം രൂപ വേണം, ഞാൻ 7, 6, 1, 2 എന്ന് എഴുതി കഴിഞ്ഞാൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഞാനിത് എഴുതുമ്പോൾ എനിക്ക് പൈസ കിട്ടും എന്നാണ് ആക്ച്വലി നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പൊ അത് തന്നെയാണ് വർക്കാവുന്നത് അവിടെ ആക്ച്വലി. ഓക്കെ, ഇപ്പൊ എനിക്കുണ്ടായൊരു അനുഭവം ഞാൻ പറയാം. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി ആരാണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, നിനക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനാണെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം തരാം. ഇതെന്താ സാധനം എന്നൊന്നും എന്നോട് പറയുന്നില്ല. നീ എന്നെ വന്ന് കാണുക, ഞാൻ നിനക്കൊരു സാധനം തരാം, നിന്റെ കയ്യിൽ വെക്കുക, എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് നീ കിടക്കുന്ന തലേണയുടെ അടിയിൽ വെക്കുക. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ഇതാക്കിയിട്ട് വേറെ ആളുമായിട്ട് പിന്നെ ഇത് കണക്റ്റഡ് ആയിട്ട് വരുമ്പം ആളുടെ നെഗറ്റീവ് എനർജി എന്നിലോട്ട് വരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, എനർജി റിലേറ്റഡ് ആയിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ശൂന്യാകാശത്ത് പോകുന്ന കാര്യമായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും എന്നെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു യുക്തിയിലുള്ള കാര്യങ്ങളാണ്. ഈ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഹെൽത്ത് വെൽത്ത് ഒക്കെ മാത്രം ഒരാൾക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പൈറേറ്റ് സ്റ്റോൺസ് ഉണ്ട്, അല്ലെങ്കിൽ പല സ്റ്റോൺസിൽ നമുക്ക് ഈ എനർജൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ചെയ്ത് കൊടുത്തിട്ട് പലർക്കും സക്സസ് ആയ ആളുണ്ട് ലൈഫിൽ. അപ്പോൾ ചിലർ പറയും അത് അവരുടെ തോന്നലായിരിക്കും. മേ ബി ഞാൻ പറയും, ഞാൻ ആരെയും ഇതിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുകയോ പുള്ളിയൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് അതൊരു വിശ്വാസം, ആൾ ചെയ്തു തന്ന സാധനമാണ്, അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ നടന്നതായിരിക്കാം. പക്ഷേ ഐ ബിലീവ് ഇൻ ദാറ്റ് ദർ ഈസ് എ സുപ്രീം പവർ ആൻഡ് ദർ ഈസ് സം എനർജീസ് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും വേണ്ട രീതിയിൽ. എന്തുകൊണ്ടാണ് ഈ എനർജീസ് ആളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കണക്ക് ഈ ഹിമാലയത്തിലും അവിടെയൊക്കെ പോയിട്ട് ഈ യോഗിമാർ ഇങ്ങനെ തപസ്സിരിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ? അവർ അവിടെ ആഹാരമില്ല വസ്ത്രമില്ലാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലെവൽ നമ്മൾ ഈ കാണുന്ന നമ്മളിവിടെ ജീവിക്കുന്നത് വെറും എന്താണ് 3rd ഡയമെൻഷനിൽ മാത്രമാണ്. ഇതിനും മേളിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷനൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നത് പറയുന്ന ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ അവർ വേറൊരു 5th ഡയമെൻഷനിലോ 6th ഡയമെൻഷനിലൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്, ഈ യോഗിമാരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പം നമ്മൾ മെൻ്റലിസ്റ്റ് ആണ്, ഹിപ്നോട്ടിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ആ ഒരു വിഷയത്തിലോട്ട് വരികയാണെങ്കിൽ എൻ്റെ മൈൻഡിലുള്ള ഒരു ചോദ്യമാണ്, ഇപ്പം നേരത്തെ പറഞ്ഞു മരിച്ച ആളെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ചില ആളുകൾക്ക് അത് കാണിക്കുമ്പോൾ പിന്നീട് അവർ ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് കുറേയും കൂടി അവരെ ട്രോമയാക്കാന്നല്ലാതെ അതിലെന്ത് ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൽ എന്ത് ട്രോമ റിലീഫാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്റ്റാഫിന് മരണപ്പെട്ടു പോയ അപ്പച്ചനെ കാണണമെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ചെയ്യുന്ന അനുസരിച്ചിരിക്കും. ഒരു വീട് വെക്കുന്ന വാർക്കപ്പണി അറിയുന്ന ഒരുത്തനെ, നല്ലതുപോലെ അറിയുന്ന ഒരുത്തനെ പിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല രീതിയിൽ ചെവര് ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി കട്ടളയൊക്കെ അടുക്കി എല്ലാം റെഡിയാക്കി വീട് വയ്ക്കും. അറിയാത്ത ഒരാളിനെ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ചെറിയൊരു കുലുക്കം വരുമ്പോൾ തന്നെ വീടെല്ലാം അടിഞ്ഞ് വീഴും. ഇത്രയേ ഉള്ളൂ സംഭവം. അറിയുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഹിപ്നോട്ടിസം ആണെങ്കിലും വാട്ടവർ എന്താണെങ്കിലും അറിയുന്ന ആൾ ചെയ്യുക, അറിയാത്ത പണിക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മളൊരാളിനെ ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു മെൻ്റൽ സ്റ്റേജിലോട്ട് തലച്ചോറിനെ കടത്തിവിട്ട് ഹാലുസിനേഷൻ സ്റ്റേജിൽ കൊണ്ടുപോയി ആ ഒരു മരിച്ച ഒരാളിനെ കാണിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഭയങ്കര പൊട്ടിക്കരയാനുള്ള ടെൻഡൻസി കാണും. അവരത് കരഞ്ഞ് അവിടെ തീർന്നു കഴിയുമ്പോൾ വീണ്ടും സ്ലീപ്പിൽ കൊണ്ടുപോയി അവർക്ക് എന്താണോ വേണ്ട പോസിറ്റീവ് സജഷൻസ്, നിങ്ങൾ കണ്ട കാര്യം ആലോചിച്ച് ഒരിക്കലും കരയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവ് സജഷൻസ് കൊടുത്ത് അവരെ ഹീലാക്കി, ആ ഒരു ഹീലിംഗ് അവിടെ കൊടുക്കുന്നത്, ആ ഒരു ട്രോമ അവരെ കളഞ്ഞ് ഹീലാക്കിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് എൻ്റെ അച്ഛനെ കണ്ടായിരുന്നു, അതിൽ ഞാൻ ഭയങ്കര സന്തോഷം, അച്ഛൻ്റെ മോളായാലും ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു, ഇനി ഒരിക്കലും അച്ഛനെ ആലോചിച്ച് കരയത്തില്ല, അച്ഛൻ്റെ അടുത്ത് കരയില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഏറ്റവും ഹാപ്പിയായിട്ട് ജീവിക്കും. അതേസമയം ചില ആളെന്ത് ചെയ്യും, കാണിച്ചു കൊടുത്തിട്ട് നീ കരയും മോളെ, നീ കരയും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സ്ലീപ്പിൽ കൊണ്ടുപോയിട്ട് ഓക്കെ 1 2 3 വേക്കപ്പ് എങ്ങിച്ച് പൊക്കുമോ എന്ന് പറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഓവർ സജഷൻസ് കിട്ടിയിട്ടില്ല. അവർ ഈ ചിന്തിച്ചതും കണ്ടതൊക്കെ ഇങ്ങനെ ആലോചിച്ച് രാത്രി കിടന്ന് മെൻ്റലി ഡിപ്രസ്ഡ് ആവും. നടക്കാൻ സാധ്യതയുള്ള കാര്യവും നടക്കുന്നതുമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾ ഡിപ്പെൻഡ് ആയിട്ടിരിക്കും. ഈ 2000 രൂപയ്ക്ക് 3000 രൂപയ്ക്ക് എന്താണ് ഹിപ്നോട്ടിസം എന്ന് പ്രോപ്പറായിട്ട് ഗൈഡൻസ് ഇല്ലാണ്ട് അറിയാണ്ട് പോയി പഠിച്ച് ചെയ്യുന്നവരുടെ അടുത്ത് പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ പറയുന്നത് മരിച്ചവരെ കാണിക്കുന്നതിലൂടെ ട്രോമ ഉണ്ടാക്കും. 100% ഞാനും പറയും, അറിയാത്തവർ ആളുകളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ 100% ട്രോമ ഉണ്ടാവും. അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ വ്യാജ ഡോക്ടർമാരും തമ്മിൽ വ്യത്യാസം എന്താണോ അത്ര ആലോചിച്ചാൽ മതി ഈ കാര്യത്തിലും.
എന്തുകൊണ്ടാണ് ഇതുപോലെ മൈൻഡ് വെച്ച് കളിക്കുന്നത്? ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വരെ ഇപ്പം വെറുതെ സ്ട്രീറ്റിൽ ഇറങ്ങിയിട്ട് ഹിപ്നോട്ടിസം കാണിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിനെതിരെ ഒരു ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ ഒന്നും വരാത്തത്? പല രാജ്യങ്ങളിലും ഇന്ന് ഹിപ്നോട്ടിസം ബാനാണ്. ബിക്കോസ് പല രാജ്യങ്ങളിലും ഇത് മിസ്യൂസ് ചെയ്ത് കൊലപാതകങ്ങൾ വരെ നടത്തിയ ചരിത്രങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പല രാജ്യങ്ങളിലും ബാനാണ്. ഇന്ത്യയിൽ ഇന്ന് വരെയും ഒരു ലീഗൽ സൈഡോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗൈഡൻസോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ന് വരെ ഇല്ല. മേ ബി ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുമ്പോൾ വരാം, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ വരാം. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ, എനർജീസ് ഉണ്ട്. ആ എനർജീസ് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യാം. പോസിറ്റീവായിട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുമ്പോട്ട് കാര്യങ്ങൾ പോകും. അങ്ങനെ ഇങ്ങനെ കുറേ അറിവുകൾ നമുക്ക് പെട്രാക്സ് പോയി ഷെയർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബിഗ് ബോസിൽ ചാത്തൻ സേവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ചോദിക്കാൻ നോക്കി, പക്ഷേ പുള്ളി അതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ചാത്തൻ സേവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അനുമോള് കപ്പടിച്ച് അറിയാം ഇനിയിപ്പോൾ ചാത്തൻ സേവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു. ഇപ്പം നമ്മൾ നെഗറ്റീവ് എനർജി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇപ്പം മതം കച്ചവടമാക്കുന്ന പരിപാടികൾ മെയിനായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പം നരബലി, ആ ഒരു നരബലി കേസൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്, പിന്നെ ഇത്ര ആൾക്കാരെ ബലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് ഇതും വരും. സ്വന്തം മക്കളെ വരെ, അത്രയും വിദ്യാഭ്യാസമുള്ള അധ്യാപകരായിട്ടുള്ള ആളുകൾ സ്വന്തം മക്കളെ വരെ ബലി അർപ്പിച്ചിട്ടുണ്ട്. കാരണം അവർ പുനർജനിക്കും, അവർക്ക് സമ്പത്ത് കിട്ടും, സ്വത്ത് കിട്ടും, അവർക്ക് സൗഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട്. വേറൊരു കേസുണ്ട്, ഇപ്പം നമുക്ക് തോന്നുന്നു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. 11 പേര് മരിച്ചത്, ഇത്ര ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കുടുംബത്തിൽ മൊത്തം തൂങ്ങി മരിച്ചു, അച്ഛൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരമാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിനെ പറ്റിയിട്ട് എന്താണ് പെട്രാക്സ് ബോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നുന്നത്? ആക്ച്വലി ഇതെല്ലാം നമുക്ക് വിശ്വാസം വേണം. വിശ്വാസത്തിനകത്ത് എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. വിശ്വാസം വേണം, ഒരിക്കലും അന്ധവിശ്വാസത്തിലോട്ട് പോകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നരബലി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജനിക്കും, ഇതൊക്കെ എവിടെയോ കേട്ടാൽ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാൽ മേ ബി അത് ഉള്ളതാവാം ഇല്ലാത്തതാവാം. പക്ഷെ നമുക്ക് നമ്മുടെ യുക്തി എന്ന് പറഞ്ഞില്ലേ, നമുക്കത് ഫീൽ ചെയ്യണം, നമ്മളത് അറിയണം. ഇപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ മരിച്ച് ജനിച്ചാലേ എനിക്കറിയത്തുള്ളൂ ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ലാത്ത പക്ഷേ എനിക്കറിയത്തില്ല ഇതിനെ പറ്റിയൊന്നും. ഇപ്പോൾ ഈ പറയുന്ന ആളിലെല്ലാം മറ്റാരോ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തോ പറഞ്ഞു വിട്ടു. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന നഗ്നപൂജ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എനിക്കറിയുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ആളിൻ്റെ ഭാര്യയെ ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചോദിച്ചതിന് ഭർത്താവ് കൊടുത്തിട്ടുമുണ്ട് നല്ലത് പോയിട്ട്. എന്തോ ഒരു ദേവനോ എന്തോ നിങ്ങളുടെ കൂടെ ഉണ്ട്, അപ്പോൾ അതിനെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നഗ്നപൂജയ്ക്ക് ഇരിക്കണം. അങ്ങനെ നഗ്നമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രം അത് പേടിച്ച് പൊക്കിയോളും എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ റെക്കോർഡ് ചെയ്ത് ഹസ്ബൻഡിനെ കാണിച്ചു. ഹസ്ബൻഡ് പോയി നല്ല മോന്തയ്ക്ക് നല്ല പ്ലാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെ അവരുടെ ബെനിഫിറ്റഡ് സൈഡിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഈ നരബലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരിക്കലും നല്ലതൊന്നും വരാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലും നെഗറ്റിവിറ്റി കിട്ടണമെങ്കിലേ ഉള്ളൂ.